പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഇന്ന് ഘടകപൂരങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യ ഘടകപൂരമായ കണിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ്. 11 മണിക്ക് ശേഷമാണ് തിരുവമ്പാടിയുടെ മടത്തിൽ വരവ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇലഞ്ഞിത്തറ മേളം നടക്കും. 5 മണിക്ക് തെക്കോട്ടിറക്കത്തിന് ശേഷമാണ് കുടമാറ്റം നടക്കുക. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ 15 മിനിറ്റ് മാത്രമാണ് കുടമാറ്റം നടക്കുക. വെടിക്കെട്ട് ഒഴിവാക്കിയാണ് ഇത്തവണത്തെ തൃശൂർ പൂരം. വിവരങ്ങൾ നൽകാനായി സാനു കെ സജീവ ശക്തിൻ്റെ തട്ടകത്തിൽ നിന്നും ചേരുന്നുണ്ട്. സാനു, പൂരാവേശത്തിലാണ്. ഇനിയും കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഘടകപൂരങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടും കൂടിയാണ് വടക്കുംനാഥൻ്റെ സന്നിധിയിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തുക. ശാസ്താവിൻ്റെ വരവോടുകൂടി തന്നെ ഔദ്യോഗികമായി പൂരത്തിന് തുടക്കം കുറിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ സാനു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണിമംഗലം ശാസ്താവ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരമായി വടക്കുംനാഥനെ കാണാൻ ആദ്യം പുറപ്പെടുന്നത് കണിമംഗലം ശാസ്താവാണ്. പൂരം നാളിൽ പുലർച്ചെ എഴുന്നള്ളിപ്പുമായി എത്തുന്ന ശാസ്താവിനെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആദരവോടുകൂടി തന്നെയാണ്, എല്ലാ ചിട്ടയോടും ആചാരങ്ങളോടും കൂടി തന്നെയാണ് കണിമംഗലം ശാസ്താവിനെ വടക്കുംനാഥ സന്നിധിയിലേക്ക് ചെണ്ടമേള ഘോഷവാദ്യങ്ങളോടുകൂടി തന്നെ സ്വീകരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ശക്തൻ്റെ തട്ടകം പൂരാവേശത്തിൽ അമരും, പുരുഷാരം കൊണ്ട് നിറയും. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും പങ്കുവയ്ക്കാനായി സാനു ചേരുന്നുണ്ട്. സാനു, എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? അഞ്ജന, വടക്കുംനാഥന്റെ തട്ടകത്തിലേക്ക്, വടക്കുംനാഥന്റെ മണ്ണിലേക്ക് കണിമംഗല ശാസ്താവ് വെയിലും മഴയും ഏൽക്കാതെ എഴുന്നള്ളുകയാണ്. അതായത് കണിമംഗല ശാസ്താവാണ് ഘടകപൂരങ്ങളിൽ ആദ്യം. കണിമംഗല ശാസ്താവാണ് വടക്കുംനാഥന്റെ തെക്കേ ഗോപുരവട വഴി ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആചാര വൈവിധ്യം കൊണ്ട് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഘടകപൂരം കൂടിയാണ് ഈ കണിമംഗല ശാസ്താവിൻ്റേത്. കാരണം ഈ ശാസ്താവ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് മോഹിനി സുതനിൽ ജനിച്ചു എന്നൊക്കെയുള്ളൊരു ആചാര വൈവിധ്യമുള്ള, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ബൃഹസ്പതി സ്ഥാനത്ത്, അതായത് വടക്കുംനാഥന് തുല്യ പദവിയുള്ള ബൃഹസ്പതി സ്ഥാനത്തുള്ള ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള കണിമംഗല ശാസ്താവാണ് ഈ വടക്കുംനാഥന്റെ തട്ടകത്തിലേക്ക് എഴുന്നള്ളുന്നത്. അതിലേറെ മറ്റൊരു പ്രത്യേകതയുണ്ട്. മറ്റെല്ലാ ഘടകപൂരങ്ങളും ഈ വടക്കുംനാഥനിലേക്ക് എത്തുമ്പോൾ വടക്കുംനാഥനെ വണങ്ങിയാണ് പോകുന്നത്. തുല്യശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ വടക്കുംനാഥനൊപ്പമുള്ള ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള കണിമംഗല ശാസ്താവ് വടക്കുംനാഥനെ വണങ്ങാതെ വെയിലും മഴയും ഏൽക്കാതെ തെക്കേ ഗോപുര നടവഴി കയറി അതേപോലെ തന്നെ വടക്കുംനാഥന്റെ പിന്നിലൂടെ പുറത്തേക്ക് പോകുന്നു എന്നൊരു പ്രത്യേകതയും കണിമംഗല ശാസ്താവിനുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തമാർന്നിട്ടുള്ള, അങ്ങനെ ആചാരങ്ങൾ കൊണ്ട് വൈവിധ്യമാർന്നിട്ടുള്ള കണിമംഗല ശാസ്താവ് ഇതാ വടക്കുംനാഥനിലേക്ക് എഴുന്നള്ളുകയാണ്. ഒരാനപ്പുറത്തെത്തിയ കണിമംഗല ശാസ്താവ് ഇപ്പോൾ ഒപ്പം 4 ആനകൾ കൂട്ടി 5 ആനകളുടെ അകമ്പടിയോടുകൂടി ഇതാ വടക്കുംനാഥനിലേക്ക് പോകുന്നു, വടക്കുംനാഥനിലേക്ക് പുറപ്പെടുന്നു. എത്ര മനോഹരമായിട്ടുള്ള ആ ഒരു ആചാര വൈവിധ്യമാർന്നിട്ടുള്ള ഒരു ഘടകപൂരമാണ് ഈ വരുന്നത്. അതായത് കണിമംഗല ശാസ്താവ് എത്തിയതിനു ശേഷം മാത്രമേ വടക്കുംനാഥനിലേക്ക് മറ്റ് ഘടകപൂരങ്ങൾ എത്തുള്ളൂ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതിലേറെ പ്രത്യേകതയുള്ളതാണ് വെയിലും മഴയും മഞ്ഞുമേൽക്കാതെ ഉള്ളൊരു യാത്ര. പുലർക്കാലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ആ വെയിൽ കുറയ്ക്കുന്നതിന് മുൻപ് തന്നെ വടക്കുംനാഥൻ്റെ തട്ടകത്തിലേക്ക് എത്തി ആ തെക്കേ ഗോപുര നട വഴി കയറിക്കൊണ്ടുള്ളൊരു യാത്ര. അങ്ങനെ വലിയൊരു ആവേശത്തിൽ, പൂരാവേശത്തിനൊപ്പം തന്നെ ആചാരങ്ങൾക്കൊപ്പം മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ യാത്ര നേരെ എത്തുന്നത് തെക്കേ ഗോപുര നടയിലേക്കാണ്. ആ നെയ്തലക്കാവിലമ്മ കൊമ്പൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി തുറന്നിട്ടിരിക്കുന്ന തെക്കേ ഗോപുര നടവഴിയാണ് ഈ കണിമംഗല ശാസ്താവ് ആദ്യം പ്രവേശിക്കുക. ആ പ്രവേശിക്കുന്നതിനൊപ്പം തന്നെ കണിമംഗല ശാസ്താവ് വടക്കുംനാഥനെ വണങ്ങാതെ, വടക്കുംനാഥനെ മുഖം കൊടുക്കാതെയുള്ള, അതായത് മുഖം കൊടുക്കാതെയാണ് ഈ കണിമംഗല ശാസ്താവ് പുറത്തേക്ക് പോകുന്നത്. കാരണം തുല്യശക്തരാണ്, ബൃഹസ്പതിയാണ്. അങ്ങനെ ആ ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള കണിമംഗല ശാസ്താവ് അങ്ങനെയാണ് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്നത്. ആ കണിമംഗല ശാസ്താവ് ഇതാ ആദ്യമായിട്ട് ഈ ഒരു വടക്കുംനാഥന്റെ തട്ടകത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു തെക്കേ ഗോപുരനാഥിലൂടെ കയറുന്നതിന് വേണ്ടി, ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഇതാ എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ
സ്വരാജ് റൗണ്ടിലേക്ക്, സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത് പോലും ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ആ പ്രദക്ഷിണ വഴിയാണ്. ആ പ്രദക്ഷിണ വഴിയിലേക്ക് പ്രവേശിക്കും. ആ പ്രദക്ഷിണ വഴിയിലൂടെ വലം വെച്ചുകൊണ്ട് തെക്കേ ഗോപുരനടയിലേക്ക് എത്തും എന്നുള്ളതാണ്. അങ്ങനെ കണിമംഗല ശാസ്താവ് 5 ആനകൾക്കൊപ്പം ഇതാ എഴുന്നള്ളി ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിലെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഇതാ കടന്നു വരികയാണ്. അങ്ങനെ ഈ ഒരു കണിമംഗല ശാസ്താവിന്റെ എഴുന്നള്ളത്ത് അങ്ങനെ വൈവിധ്യങ്ങൾ ഒരുപാട് നിറഞ്ഞിട്ടുള്ള ഒരു എഴുന്നള്ളത്തും കൂടിയാണ്. അങ്ങനെ ആ എഴുന്നള്ളത്തിൽ ആദ്യഘട്ടത്തിൽ ഒരാനപ്പുറത്താണ്. കണിമംഗല ക്ഷേത്രത്തിൽ നിന്ന് ശാസ്താവ് പുറപ്പെടുന്ന സമയത്ത് ഒരാന മാത്രമാണ് ഉള്ളത്. ആ ആനയ്ക്കൊപ്പം കുളശ്ശേരി ക്ഷേത്രത്തിലെത്തുമ്പോൾ, കുളശ്ശേരി മന ക്ഷേത്രത്തിലെത്തുമ്പോൾ ഒപ്പം 4 ആന കൂടി, 4 ഗജവീരന്മാർ കൂടി കണിമംഗല ശാസ്താവിനൊപ്പം ചേരും. അങ്ങനെ 5 ആനകളുടെ അകമ്പടിയോടുകൂടിയുള്ള കണിമംഗല ശാസ്താവിന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിലേക്കുള്ള ആ ഒരു കടന്നുവരവ്, ആ ഒരു എഴുന്നള്ളത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനൊപ്പം തന്നെ 100 കണക്കിന് വിശ്വാസികൾ ഈ ഒരു കണിമംഗല ശാസ്താവിനൊപ്പം എത്തുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. കാരണം പുലർക്കാലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ശാസ്താവിനൊപ്പമുള്ള യാത്ര കൂടിയാണ് ഈ ഒരു ദേശത്തിൻ്റെ അല്ലെ ആ ഒരു നാടിൻ്റെ ഒരു പ്രൗഢി കൂടി വിളിച്ചോടുന്ന ഒരു യാത്ര കൂടിയാണ് കണിമംഗല ശാസ്താവിന്. അങ്ങനെ ഈ സ്ത്രീകളും കുട്ടികളും അങ്ങനെ പൂരപ്രേമികളും വിശ്വാസികളും എല്ലാം നിറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ളൊരു യാത്ര, ആ ഒരു യാത്രയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ റോഡ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിൻ്റെ മുൻഭാഗവും പിൻഭാഗവും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഒരു അത്രയ്ക്കും പ്രാധാന്യം ഈ ഒരു കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്തിനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഈ റോഡ് നിറഞ്ഞുകൊണ്ടാണ് ഉള്ള യാത്ര. ശാസ്താവിനൊപ്പം ഒപ്പം നടന്നുകൊണ്ട് ഈ ഒരു വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തുക എന്നുള്ളതാണ് വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത്. കാരണം അത് വലിയൊരു പുണ്യമായിട്ട് തന്നെ കാണുന്ന ഒരു കാര്യമാണ്. ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള ശാസ്താവിനൊപ്പം നടന്നുകൊണ്ട് പൂരത്തിൽ പങ്കാളിയാവുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് തന്നെയാണ് ഈ പൂരപ്രേമികളും വിശ്വാസികളും ഒക്കെ പറയുന്നത്. ആ ഒരു യാത്രയുടെ ഭാഗമാകുന്നത് അവരുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്ന ഒരു ജനസഞ്ചയമുള്ള നാടും കൂടിയാണ് ഈ തൃശ്ശൂരിലേത്. അങ്ങനെ ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള കണിമംഗൽ ശാസ്താവ് വടക്കുംനാഥൻ്റെ തട്ടകത്തിലേക്ക്, വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക്, വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരനട വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി എഴുന്നള്ളി വരികയാണ്. അത് 5 ഗജവീരന്മാർക്കൊപ്പം ഉള്ള എഴുന്നള്ളത്ത്. കണിമംഗല ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നമ്മൾ തിടമ്പെടുത്തിരിക്കുന്ന ആ ആന മാത്രം, ആ ആനയുടെ മസ്തകത്തിലേറിയാണ് കണിമംഗല ശാസ്താവ് എഴുന്നള്ളിയതെങ്കിൽ ഇപ്പോൾ ഇറക്കി മേളം നടത്തിയിട്ടുള്ള ക്ഷേത്രത്തിലെത്തുമ്പോൾ 4 ആനകൾ കൂടിയിരുന്നു. ഒപ്പം തന്നെ 5 ആനകളുടെ അകമ്പടിയോടുകൂടി വടക്കുംനാഥനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലേക്ക് ബൃഹസ്പതി സ്ഥാനീയനായിട്ടുള്ള കണിമംഗല ശാസ്താവ് എത്തും. അഞ്ജന, അതേ സാനു, അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാ ആചാരപ്പെരുമയോടും കൂടി തന്നെ നിലവിലത്തെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ പോലും എല്ലാ ആചാരപ്പെരുമയോടു കൂടി തന്നെയാണ് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത്. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി തന്നെ ശാസ്താവ് സന്നിധിയിലേക്ക് എത്തുകയാണ്. വാദ്യോപകരണങ്ങളുടെ മേളപ്പെരുക്കത്തോടു കൂടി തന്നെ, ഒപ്പം തന്നെ ജനക്കൂട്ടവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണിമംഗലം ശാസ്താവാണ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ പൂരം. അതോടൊപ്പം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദേവതകളുടെയും സംരക്ഷകൻ കൂടിയാവുകയാണ് കണിമംഗലം ശാസ്താവ്. ഒപ്പം വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആദ്യം എത്തുന്നത് ശാസ്താവായതിനാൽ തന്നെ മറ്റു പൂരങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനാണ് എന്നൊരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്ര അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരം തൃശ്ശൂർപേരൂരിൻ്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ കാണികളും ജനങ്ങളും വളരെയധികം ആവേശത്തിലാണ്. ഈ ആവേശം ആ ഒരു പാരമ്യത്തിൽ എത്തണമെങ്കിൽ എല്ലാ ആചാരപ്പെരുമയോടുകൂടി തന്നെ, അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ അത് ആ ശക്തൻ്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുക. അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കടകപൂരമായ കണിമംഗലം ശാസ്താവ് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എഴുന്നള്ളുന്നത്. വളരെയധികം ആനന്ദം നൽകുന്ന അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത്രയും വർഷമായിട്ടും ആചാരപ്പെരുമയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നിനും തന്നെ ഒരു കുറവ് വരാതെ തൃശ്ശൂർപേരൂരിൻ്റെ മണ്ണ് ഓരോ വർഷവും തൃശ്ശൂർ പൂരത്തെ കൊണ്ടാടുമ്പോൾ അത് ജനങ്ങൾക്കും ഒപ്പം തന്നെ ആ നാടിനും വലിയൊരു പെരുമയാണ്. അങ്ങനെ തന്നെയല്ലേ നമുക്ക് അത് മനസ്സിലാക്കേണ്ടതും സാനു?
തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ ഒരു ആചാരപ്പെരുമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൗഢി വിളിച്ചോതുന്ന ഒരു യാത്രയാണ് കണിമംഗല ശാസ്താവിൻ്റേത്. ഒരു പക്ഷേ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യം പൂരത്തിലേക്ക് എത്തുന്നത്, പൂര റിപ്പോർട്ടിങ്ങിലേക്ക്. ആ സമയത്താണ് എത്തുന്നത്. അന്ന് കണിമംഗല ശാസ്താവിനൊപ്പം എനിക്കും ഇതേ സമയത്ത് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നു. ആ ഒരു വടക്കുന്നാഥനിലേക്കുള്ള എഴുന്നള്ളിപ്പിൻ്റെ ഒപ്പം എനിക്കും എത്താൻ സാധിച്ചിരുന്നു. അതേ ദിവസം തന്നെ ഇക്കുറിയും അത് പറ്റുന്നു. അന്ന് കണ്ട ജനത്തെക്കാൾ അന്ന് കണ്ടിട്ടുള്ള ആളുകളെക്കാട്ടിലും എണ്ണം ഇന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരെ അത്രയേറെ പൂരത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, പൂരത്തിൻ്റെ ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അഞ്ജന പറഞ്ഞ പോലെ തന്നെ ഇക്കുറി മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ചില സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഈ ഒരു പൂരത്തിന് മുന്നോടിയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് പുരയിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തം നമുക്കൊപ്പം ഉണ്ടായിരുന്ന നിരവധി സഹോദരങ്ങളെ ആ ഒരു ദുരന്തം വിഴുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള വിഷമഘട്ടങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അവരുടെ ദേശത്തിനൊപ്പം അല്ലെ അവരുടെ ആചാരത്തിനൊപ്പം അതിനൊരു വിട്ടുവീഴ്ച നൽകാതെ അവർ ഈ ഒരു ആചാര പദ്ധതിക്കൊപ്പം ചേർന്നുകൊണ്ട് പോകുന്ന ആ ഒരു ആളുകളെ അല്ലെ വിശ്വാസികളെ, ആ ഒരു ജനസഞ്ചയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്ര രാവിലെ തന്നെ ഈ ഒരു യാത്രയിൽ ഈ ഒരു വിളംബരം കഴിഞ്ഞതിന് ശേഷമുള്ള ഘടകപൂരങ്ങളിൽ ആദ്യമായി എത്തുന്ന ശാസ്താവിനൊപ്പം ആ ഒരു യാത്രയിൽ അത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇവരെല്ലാം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയേറെ പ്രാധാന്യമുണ്ട് കണിമംഗല ശാസ്താവിൻ്റെ വടക്കുന്നാഥനിലേക്കുള്ള എഴുന്നള്ളപ്പിന് തന്നെ. ബൃഹസ്പതിസ്ഥാനീയനായിട്ടുള്ള കണിമംഗല ശാസ്താവ് അതേപോലെ തന്നെ വടക്കുന്നാഥനിലേക്ക് എത്തുമ്പോൾ വടക്കുന്നാഥനെ വണങ്ങാതെ പോകുന്നു എന്നുള്ളതും ഒരു ആചാരത്തിലെ സവിശേഷത തന്നെയാണ്. കാരണം തുല്യശക്തരാണ്. അപ്പോൾ വണങ്ങാതെ തെക്കേ ഗോപുര നടവഴി കയറി ആ ഒരു നടപടികൾ അല്ലെങ്കിൽ ആചാരം പൂർത്തിയാക്കിയിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതും ഈ ഒരു ഘടകപൂരത്തിന് മാത്രം അവകാശപ്പെടാനുള്ള കണിമംഗല ശാസ്താവിന് മാത്രം അവകാശപ്പെടാനായിട്ടുള്ള ഒന്നാണ്. ആ ഒരു കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് അത്രയേറെ പ്രൗഢഗംഭീരമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്ര പ്രൗഢിയോട് കൂടിയുള്ള ആ ഒരു എഴുന്നള്ളത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ പോകുന്ന ഇപ്പോൾ കണിമംഗല ശാസ്താവിൻ്റെ ദൃശ്യമാണ് കാണുന്നതെങ്കിൽ ഇതിന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആളുകൾ ഇതിനൊപ്പം പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ റോഡ് നിറഞ്ഞുകൊണ്ടാണ് ഈ വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ കണിമംഗല ശാസ്താവ് ഈ വടക്കുന്നാഥനിൽ എത്തിയതിനു ശേഷം പിന്നീട് വരാനുള്ളത് കാരമുക്ക് ദേശമാണ്. കാരമുക്ക് ദേശത്തിൻ്റെ ഘടകപൂരമാണ് വരാനുള്ളത്. അത് ഏറെക്കുറെ 8:15 ക്ഷേത്രത്തിന് അകത്ത് പ്രവേശിക്കും. 1 മണിക്കൂർ 9:15 ആകുമ്പോൾ അത് അവിടെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി പുറത്തേക്ക് പോകും. അതിനുശേഷം വരാനുള്ള ചെമ്പുക്കാവ് ദേശമാണ്. ചെമ്പുക്കാവ് ദേശം 8:45 എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള അവിടെ നിന്നും എഴുന്നള്ളത്ത് സമാന നിലയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് പനമുക്കമ്പളി ദേശമാണ്. ലാലൂർ ദേശം വരും, ചൂരക്കാട്ടുകാവ് ദേശം വരും, അയ്യന്തോൾ ദേശം വരും, നെയ്തലക്കാവ് വരും, പാറമേക്കാവ് ദേശം, തിരുവമ്പാടി ദേശം, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇടമുറിയാതെ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അവസാനം അതൊരു കടലായി മാറിക്കൊണ്ടാണ് അവസാന നിമിഷം നമ്മൾ കാണുന്ന ഒരു മേളം, ഇലഞ്ഞിത്തറ മേളവും തൃശ്ശൂർ പൂരവും കുടമാറ്റവും ഒക്കെ നമ്മുടെ കണ്ണിന് ഇമ്പം നൽകുന്ന, കാതിന് ഈണം നൽകുന്ന ആ ഒരു കാഴ്ചകൾ സമ്മാനിക്കുന്ന തൃശ്ശൂർ പൂരം നടക്കുന്നത്. ശരി സാനു, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഇന്ന് കടകപൂരങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യ കടകപൂരമായ കണിമംഗലം ശാസ്താവാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.